ശിവ പാസ്റ്റർ ഏറ്റവും ആദ്യം ഇത് ഈ ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ റെവലേഷൻസ് പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ അപ്പോസ്തലന്മാർക്ക് ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പൗലോസ് ലീഹ, പത്രോസ് ലീഹ, ഇവർക്കൊക്കെ ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതിനേക്കാളും വലിയൊരു റെവലേഷൻ നമുക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിനോ കിട്ടാൻ പറ്റും? അതാണ് എൻ്റെ ഒരു ചോദ്യം. കിട്ടാൻ പറ്റും. കാരണം പ്രോഗ്രസീവ് ആയിട്ട് പോകുമ്പോ യേശു കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നതുകൊണ്ട് അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ യേശുവിനേക്കാൾ വലിയവരാണ് എന്ന് വരുന്നില്ല. അപ്പോസ്തലന്മാർക്ക് കിട്ടിയതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ടൊരു റെവലേഷൻ സഭയ്ക്ക് കിട്ടുന്നു എന്നതുകൊണ്ട് ഈ തലമുറയിൽപ്പെട്ടവർ അവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് ഒരർത്ഥമല്ല വരുന്നത്. ഇത് വ്യത്യസ്തമായിട്ട് കാണുന്ന കാഴ്ചപ്പാട് കൊണ്ടാണ്. ഈ സഭ ഒന്നാണെന്നുള്ള ഒരു ചിന്ത വന്നാൽ ക്രിസ്തു ശിരസായിരിക്കുന്ന ബോഡിയാണ് ഈ ശരീരം. അപ്പൊ ഇന്ന് നമ്മൾ സഭ എന്ന് പറയുമ്പോൾ അതിന്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മുതൽ ക്രിസ്തു വരെയുള്ള അണിമുറിയാത്ത ഒരു ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ഇങ്ങേ കണ്ണിയാണ് നമ്മൾ നിൽക്കുന്നത്. മുമ്പ് ഞാൻ ശരീരത്തിന്റെ ഉപമ പറഞ്ഞ പോലെ അതേ ശരീരത്തിന്റെ, അതായത് പൗലൂസും പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ ഉൾപ്പെട്ടിരുന്ന അതേ ശരീരത്തിന്റെ അംഗമാണ്. നമ്മുടെ ശിരസ് ക്രിസ്തുവാണ്. ആ ശിരസിൽ നിന്ന് ശരീരം മുഴുവൻ സന്ധികളിലൂടെയും ഞരമ്പുകളിലൂടെയും ചൈതന്യം പ്രവഹിക്കുന്നു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. അപ്പൊ അതേ ബോഡി ആയിരിക്കുമ്പോ ആ ബോഡിക്ക് ഒരു ഇൻഫീരിയോറിറ്റി ഇല്ല. പിന്നെ കാലഘട്ടം മുന്നോട്ട് മാറുമ്പോൾ അതിന് കൂടുതൽ മെച്ചമായിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ റെവലേഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതാണ് അതിന്റെ ശരി. ഇത് കാരണം അന്ന് കുറെ പേര് വന്നു, കർത്താവ് വന്നു, ശിഷ്യന്മാർ വന്നു, അന്ന് അവർ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, അതൊരു കാലഘട്ടം. ഇത് നമ്മൾ അവരുമായിട്ടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്നു, അതല്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ സഭയാണ്, അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്.